never lose hope, my heart. Miracles dwell in the invisible. Yes, this is Safna for Success Academy with some current affairs. So, ഇന്നത്തെ current affairs എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. So, the first question goes like this. Who has been named first ever Time Kid of the Year 2020? Time News Magazine's Kid of the Year 2020 എന്ന പട്ടം നേടിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Yes, it is Geetanjali Rao. ഗീതാഞ്ജലി റാവു ആണ് ഈ ഒരു നേട്ടത്തിന് അർഹയായിരിക്കുന്നത്. ആൻഡ് ഷീ ഈസ് എൻ ഇന്ത്യൻ അമേരിക്കൻ ആയിട്ടുള്ള കിഡാണ്. ആൻഡ് ഷീ ഈസ് 15 years old. 15 വയസ്സുള്ള ബഡ്ഡിംഗ് സയൻറ്റിസ്റ്റ് ആൻഡ് ഇൻവെൻറ്റർ ആണ് ഗീതാഞ്ജലി റാവു എന്ന് പറയുന്നത്. 5000 നോമിനീസിൽ നിന്നാണ് ഷീ ഗോട്ട് സിലക്റ്റഡ്. ഓക്കെ, 5000 നോമിനീസിൽ നിന്നാണ് ഷീ ഗോട്ട് സിലക്റ്റഡ്. ആൻഡ് ടൈംസ് പ്രൊഫൈലിന് വേണ്ടിയിട്ട് ഓസ്കാർ ജേതാവായിട്ടുള്ള എഞ്ചലീന ജോളിയാണ് ഇൻ്റർവ്യൂ ചെയ്തത്. ഫോർ ഗീതാഞ്ജലി റാവുവിനെ ഇൻ്റർവ്യൂ ചെയ്തത് എഞ്ചലീന ജോളിയാണ്. ആൻഡ് ഇൻ ദാറ്റ് കോൺവെർസേഷൻ ഷീ സെഡ് അബൌട്ട് ഹർ ഇൻവെൻഷൻസ് ആൻഡ് ഓൾ. 10ാമത്തെ വയസ്സിലാണ് റിസർച്ച് ഓൺ കാർബൺ നാനോ ട്യൂബ് സെൻസർ ടെക്നോളജി അത് ഡെൻവർ വാട്ടർ ക്വാളിറ്റി റിസർച്ച് ലാബിൽ ഷീ ഫൈൻഡ്. ആൻഡ് ഓൾസോ റീസെൻ്റ് ആയിട്ട് കൈൻഡ്ലി ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പും ഷീ ഡിസൈൻഡ്. ആൻഡ് സൈബർ ബുള്ളിങ്ങിനെതിരെയാണ് ഈ ഒരു ആപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ആൻഡ് ക്രിയേറ്റിംഗ് ഹെർ ഓൺ ഡിവൈസസ്, അതായത് ലോകത്തിൻ്റെ പല പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിക്ക് ഷീ ഈസ് ക്രിയേറ്റിംഗ് ഹെർ ഓൺ ഡിവൈസസ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ദ വേൾഡ്. ആൻഡ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കറൻ്റ്ലി ഷീ ഈസ് വർക്കിംഗ് ഓൺ ദ ഈസി വേ ടു ഹെൽപ്പ് ടു ഡിറ്റക്റ്റ് ദ ബയോ കണ്ടാമിനൻസ്. വാട്ടറിലുള്ള ബയോ കണ്ടാമിനൻസിനെ കണ്ടെത്തുന്നതിന് ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് പാരസൈറ്റ്സ് പോലെയുള്ള ബയോ കണ്ടാമിനൻസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനുള്ള ഈസി വേ ആണ് ഇപ്പോൾ ഷീ ഈസ് കറൻ്റ്ലി റിസർച്ചിങ് ഓൺ. ആൻഡ് ടൈം ന്യൂസ് മാഗസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂയോർക്ക് ആണ്, US. ആൻഡ് അത് ഫൗണ്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഹെൻറി ലൂസ് ആണ്. ഓക്കെ, ഹെൻറി LUCE ലൂസ് ആണ്. ആൻഡ് ഇത് 1923 ഈ ഒരു ടൈം മാഗസിൻ വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോമർ പ്രസിഡൻസ് ഓഫ് വിച്ച് കൺട്രി അഗ്രി ടു ഗെറ്റ് വാക്സിനേറ്റഡ് ഓൺ ക്യാമറ ടു സ്പ്രെഡ് അവയർനെസ്? ഒരു അവയർനെസ് എന്നുള്ള രീതിക്ക് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻസ് ഒക്കെയാണ് വാക്സിനേഷൻ, അതായത് കോവിഡിനെതിരെ വാക്സിനേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത് ആരാണ് പബ്ലിക്കായിട്ട്, അതായത് ഓൺ ക്യാമറയിൽ വാക്സിനേറ്റ് ചെയ്യാൻ പോകുന്നത്? അതായത് പബ്ലിക്കിന് ഒരു കോൺഫിഡൻസ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് US പ്രസിഡൻസാണ് ഈ ഒരു പുതിയൊരു സംരംഭത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. അതായത് പബ്ലിക്കിന് കോൺഫിഡൻസ് കൂട്ടാൻ, അതായത് വാക്സിനേഷനിൽ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് മുൻ പ്രസിഡൻസ് ആയിട്ടുള്ള ബരാക് ഒബാമ, ജോർജ് WS ബുഷ് ആൻഡ് ബിൽ ക്ലിൻ്റൺ, അതുപോലെ ഇപ്പോൾ പ്രസിഡൻറ്റ് ഇലക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ജോ ബൈഡൻ തുടങ്ങിയവരാണ് ഈ വാക്സിനേഷൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് മുൻപോട്ട് വന്നിട്ടുള്ളത്. ആൻഡ് US ഇൻഫെക്ഷ്യസ് ഡിസീസ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൻ്റണി ഫൗസി ഇതിന്, അതായത് ഈ ഒരു വാക്സിൻ സേഫ് ആണെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വാക്സിനേഷൻ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഒബാമ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആൾക്കാരിൽ പുതിയൊരു കോൺഫിഡൻസ് തന്നെ വരും എന്നാണ്. അതായത് ഇത്രയും ഫസ്റ്റ് പേഴ്സൺസ് ആയിട്ടുള്ള ഇത്രയും പേര് ഇതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുമ്പം ഷുവറായിട്ടും പബ്ലിക്കിനൊരു കോൺഫിഡൻസ് വരും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ബൈഡൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് അമേരിക്കൻ പീപ്പിൾസ് ഇറ്റ്സ് സേഫ്, അതായത് ഇത് സേഫ് ആണ് എന്ന് അമേരിക്കൻ പീപ്പിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഈ സമയത്ത് ഒരു അത്യാവശ്യമായതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംരംഭം ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ അമേരിക്കയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വാഷിങ്ടൺ DC ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് അവിടുത്തെ കറൻസി ഡോളറാണ്. ആൻഡ് ന്യൂലി ഇലക്റ്റഡ് പ്രസിഡൻറ്റ് ജോ ബൈഡൻ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which state police force launches a portal to crack down e-crimes? ക്രൈംസ് നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഏത് പോലീസ് സ്റ്റേഷനാണ് ഒരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ഗുജറാത്തിൻ്റെ പോലീസ് ഫോഴ്സാണ് അത് തുടങ്ങിയിട്ടുള്ളത്. സൈബർ ക്രിമിനൽസിനെതിരെ തുടങ്ങിയ ഈ പോർട്ടൽ അക്രോസ് ഇന്ത്യയിൽ കവർ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. ആൻഡ് ബോത്ത് ക്രിയേറ്റേഴ്സിനെയും പെർപെട്രേറ്റേഴ്സിനെയും രണ്ടുപേരെയും ലക്ഷ്യമിട്ടുകൊണ്ട് തുടങ്ങിയ ഈ ഒരു പോർട്ടൽ 18 മന്തായിട്ട്
കോൺസ്റ്റൻറ്റ് റൈസ്, അതായത് സൈബർ ക്രൈംസിൻ്റെ 18 മാസമായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് സൈബർ ക്രൈമുകൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. സോ അതിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ആൻഡ് ഫേക്ക് ഓൺലൈൻ ജോബ് ഓഫേഴ്സ്, അതുപോലെ OTP തെഫ്റ്റ്, ഇൻഷുറൻസ് ഫ്രോഡ്സ്, സൈബർ ബുള്ളിങ്, ചീറ്റിംഗ് ഓൺ e-commerce സൈറ്റ്സ്, ഗിഫ്റ്റ് ഓഫേഴ്സ്, സിം കാർഡ് സ്വാപ്സ് തുടങ്ങിയ ഒത്തിരി ക്രൈമുകളാണ് ഈ 18 മാസം കൊണ്ട് വന്നിട്ടുള്ളത്. സോ ഇതിനൊക്കെ എതിരെയാണ് ഈ ഒരു ഓൺലൈൻ പോർട്ടൽ തുടങ്ങിയിട്ടുള്ളത്. സംസ്ഥാനത്തിലെ, ഗുജറാത്ത് സംസ്ഥാനത്തിലെ എവിടെ ക്രൈം നടന്നാലും ഈ ഒരു ഓൺലൈൻ പോർട്ടൽ വഴി കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനും കഴിയും. ആൻഡ് ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും കേസ് എടുക്കാം. ആൻഡ് ഓൾസോ ഗുജറാത്തുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ എവിടെ കേസുകൾ നടന്നാലും ഈ ഒരു പോർട്ടൽ വഴി കണ്ടുപിടിക്കുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആൻഡ് ഓൾസോ എവിടെ നിന്ന് വേണമെങ്കിലും കേസ് എടുക്കാം, ബട്ട് ഇൻവെസ്റ്റിഗേഷനും മറ്റ് കാര്യങ്ങളും SP റേഞ്ചിലുള്ള ഓഫീസേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആൻഡ് ഗുജറാത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഗാന്ധിനഗർ ആണ്. ആൻഡ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ വിജയ് രൂപാണിയാണ്. ആൻഡ് അവിടുത്തെ ഗവർണർ എന്ന് പറയുന്നത് ആചാര്യ ദേവ്രത് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who is the head of the Apex committee set up for implementing the Paris Climate Agreement? Paris Climate Agreementൻ്റെ ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ നടത്തിപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള അപ്പെക്സ് കമ്മിറ്റീൻ്റെ ഹെഡ് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, ഇറ്റ് ഈസ് RP ഗുപ്ത. ഓക്കെ, RP ഗുപ്തയാണ് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. 13 മിനിസ്ട്രീസ് ഇൻവോൾവ് ആയിട്ടുള്ള ഈ ഒരു അപ്പെക്സ് കമ്മിറ്റി ഒറിജിനൽ അഗ്രിമെൻ്റ്, അതായത് പാരീസ് അഗ്രിമെൻ്റ് January 1, 2021 വരുന്നത്. സോ അതിന് ഒരു മാസം മുന്നേ തന്നെ അപ്പെക്സ് കമ്മിറ്റി രൂപീകരിക്കുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാനുള്ള ഒരു അപ്പെക്സ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സോ നാഷണൽ അതോറിറ്റി ടു റെഗുലേറ്റ് കാർബൺ മാർക്കറ്റ്സ് ഇൻ ഇന്ത്യ, അതാണ് അതിൻ്റെ എയിം. അതായത് ഇതൊരു നാഷണൽ അതോറിറ്റിയാണ്, കാർബൺ മാർക്കറ്റ്സിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളൊരു എയിമുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു നാഷണൽ അതോറിറ്റീൻ്റെ കീഴിൽ വരുന്നൊരു അപ്പെക്സ് കമ്മിറ്റിയാണ്. ആൻഡ് ഇതിൻ്റെ റോൾ എന്ന് പറയുന്നത് കാർബൺ പ്രൈസിങ്സ് അതുപോലെ മാർക്കറ്റ് മെക്കാനിസംസിനെയൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഓൾസോ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. എൻവിറോൺമെൻറ്റൽ സെക്രട്ടറി ആയിട്ടുള്ള RP ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള 17 മെമ്പർ കമ്മിറ്റി. ഓക്കെ, 17 മെമ്പേഴ്സ് ഉള്ളൊരു കമ്മിറ്റിയാണ് ഇത്. ആൻഡ് എൻവിറോൺമെൻറ്റൽ മിനിസ്ട്രി നവംബർ 27 ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഹാശയ് ധർമ്മപാൽ ഗുലാട്ടി പാസസ് അവേ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഫീൽഡ്? അതായത് മഹാശയ് ധർമ്മപാൽ ഗുലാട്ടി എന്ന് പറയുന്ന ഇദ്ദേഹം റീസെൻ്റ് ആയിട്ട് മരിച്ചു. സോ അദ്ദേഹം ഏത് ഫീൽഡിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിങ് ഓഫ് സ്പൈസസ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം മഹാഷിയാൻ ഡി ഹട്ടി എന്ന് പറയുന്ന ഐക്കോണിക് സ്പൈസ് മസാലയുടെ ഓണറാണ്. ഓക്കെ, സോ ഹീസ് എ ബിസിനസ് മാൻ. ആൻഡ് അദ്ദേഹം 98 വയസ്സിലാണ് മരിക്കുന്നത്. 1919 അദ്ദേഹം പാകിസ്ഥാനിലെ സിയാൽകോട്ടിലാണ് ജനിച്ചത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു ചെറിയ പെട്ടിക്കടയിൽ തുടങ്ങിയതാണ്. പാർട്ടീഷൻ മൂലം ഡൽഹിയിലേക്ക് കുടിയേറി പാർക്കുകയും അവിടെ ഒരു ചെറിയ സംരംഭമായിട്ട് തുടങ്ങിയത് പിന്നീട് 15 ഫാക്ടറീസ് അക്രോസ് ഇന്ത്യയും അതുപോലെ തന്നെ 50 വെറൈറ്റി ഓഫ് സ്പൈസസ് കൊടുക്കുന്ന വലിയൊരു കമ്പനിയായി വളരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ മൾട്ടിനാഷണൽ കമ്പനി. പല രാജ്യങ്ങളിലും അതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. പല രാജ്യങ്ങളിലേക്കും സ്പൈസസ് കയറ്റി അയക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആൻഡ് ഹീ ഈസ് ഓൾസോ നോൺ ആസ് മഹാഷേ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, മഹാഷേ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് MDH. ഓക്കെ, MDH, മഹാഷിയൻ ഡി ഹട്ടി എന്നാണ് അതിൻ്റെ പേര്. ആൻഡ് ഇത് ഒഫീഷ്യലായിട്ട് ഒരു കമ്പനി പോലെ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1959 ഓക്കെ, 1959. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഹയസ്റ്റ് പെയ്ഡ് CEO ഓഫ് എ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ് കമ്പനി എന്നൊരു അവാർഡ് കൂടെ 2017 ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് 2019 തേർഡ് ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഓഫ് ഇന്ത്യ പത്മഭൂഷണും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വെൻ ഈസ് ഇന്ത്യൻ നേവി ഡേ ഒബ്സർവ്ഡ്? യെസ്, എന്നാണ് ഇന്ത്യൻ നേവി ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1971 ഇന്ത്യ പാക് വാർ, അതായത് ഓപ്പറേഷൻ ട്രൈഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു വാറിന് ശേഷം അവരുടെ ആ ഒരു അച്ചീവ്മെൻറ്റിനും അതുപോലെ തന്നെ ആ ഒരു റോൾ ഓഫ് നേവൽ ഫോഴ്സ് ഇൻ ദ കൺട്രി ഒന്ന് കോമമറേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. യെസ്, ഇറ്റ് ഈസ് ടുഡേ December 4th. ആൻഡ് ഇതിൻ്റെ എല്ലാ വർഷവും എന്തെങ്കിലും പുതിയൊരു തീമുമായിട്ടാണ് അവർ വരിക. സോ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഇന്ത്യൻ നേവി കോമ്പാറ്റ് റെഡി, ക്രെഡിബിൾ ആൻഡ് കൊഹസീവ് എന്നാണ്. ഒത്തിരി വേരിയസ് ആക്ടിവിറ്റീസ് ലൈക്ക് മാരത്തോൺ, സ്വിമ്മിങ്, അതുപോലത്തെ ഒത്തിരി കോമ്പറ്റീഷൻസ് ഒക്കെ ഈ ഒരു ഡേയിൽ അവർ നടത്താറുണ്ട്. ആൻഡ് ഇന്ത്യൻ നേവിയുടെ ചീഫ് അഡ്മിറൽ എന്ന് പറയുന്നത് അഡ്മിറൽ കരംബീർ സിംഗ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which India state constructed first eco bridge to save small animals from road accidents? ചെറിയ animals, small animals like reptiles പോലെയുള്ള ചെറിയ ആനിമൽസിനെ റോഡ് ആക്സിഡൻറ്റിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ഫസ്റ്റ് എക്കോ ബ്രിഡ്ജ് ബിൽഡ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് ഇൻ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് ഈ ഒരു ഫസ്റ്റ് എക്കോ ബ്രിഡ്ജ് വന്നിരിക്കുന്നത്. ആൻഡ് 90 feet ലോങ്ങും 5 feet വിഡ്ത്തുമുള്ള ഈ എക്കോ ബ്രിഡ്ജ് രാംനഗർ ഫോറസ്റ്റ് ഡിവിഷൻ ഓഫ് ഉത്തരാഖണ്ഡ് ആണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഇത് കലതുങ്കി നൈനിറ്റാൾ ഹൈവേയിലാണ് വന്നിട്ടുള്ളത്. ആൻഡ് കലതുങ്കി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് അമിത് കുമാർ ഗ്വാസ്കോട്ടിയാണ്. ആൻഡ് ബാംബൂസ്, റോപ്സ് ആൻഡ് ഗ്രാസ്, അതായത് മറ്റേ ബാംബൂസ് അതുപോലെ തന്നെ കയറ് പിന്നെ പുല്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഉത്തരാഖണ്ഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് വിൻ്ററിൽ ഡെറാഡൂണും സമ്മറിൽ ഗൈർസെയിനുമാണ്. ആൻഡ് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ത്രിവേന്ദ്ര സിംഗ് റാവത്താണ്. ആൻഡ് അവിടുത്തെ ഗവർണർ ബേബി റാണി മൗര്യയാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which country hosted the 6th BRICS Youth Summit opening ceremony? BRICS Summit 6th സമ്മിറ്റ് ആണ്, യൂത്ത് സമ്മിറ്റ് ആണ്. ഇതിൻ്റെ ഓപ്പണിംഗ് സെറമണി ആരാണ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ഇറ്റ് ഈസ് റഷ്യ. ബ്രിക്സ് എന്ന് പറയുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്കയാണ്. സോ ഇപ്രാവശ്യത്തെ ഓപ്പണിംഗ് സെറമണി, യൂത്തിൻ്റെ ഓപ്പണിംഗ് സെറമണി നടന്നിരിക്കുന്നത് റഷ്യയിലാണ്. ഉല്യനോവ്സ്ക്, ഓക്കെ, ഉല്യനോവ്സ്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്റ്റർ ആയിട്ടുള്ള കിരൺ റിജിജു ആണ് ഇന്ത്യൻ സൈഡിൽ നിന്നും അവിടെ ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്ത് അവിടെ വെർച്വൽ സമ്മിറ്റിൽ പങ്കെടുത്തിട്ടുള്ളത്. ആൻഡ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ചലഞ്ചസ് ഓഫ് ദ ടൈം ഫോർ യങ്, ബ്രിക്സ് ചലഞ്ചസ് ഓഫ് ദ ടൈം ഫോർ യങ് എന്നാണ്. ആൻഡ് ഇത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് ഫെഡറൽ ഏജൻസി ഫോർ യൂത്ത് അഫയേഴ്സ് ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് ഉല്യനോവ്സ്ക് റീജിയൻ ആണ് ഈ ഓപ്പണിംഗ് സെറമണി കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് 2015 മുതലാണ് ഇത്തരത്തിൽ സമ്മിറ്റുകൾ നടത്തി തുടങ്ങിയത്, ഓക്കെ, യൂത്ത് അഫയേഴ്സിന് വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who has been appointed as the brand ambassador of Fit India Movement? Fit India Movement എന്ന് പറയുന്നത് 2019 മോദി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ആൻഡ് എവറി സെക്ഷൻസ്, ഇന്ത്യയിലെ കൺട്രിയിൽ ഉടനീളം എവറി സെക്ഷൻസിനെയും ഹെൽത്ത് കോൺഷ്യസ് ആക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു ഫിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സ്കീം. ആൻഡ് ഇതിൻ്റെ ഇപ്രാവശ്യത്തെ അംബാസിഡർ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ദ്രോണാചാര്യ അവാർഡ് വിന്നർ ആയിട്ടുള്ള മിസ്റ്റർ കുൽദീപ് ഹണ്ടു ആണ് ഇപ്രാവശ്യത്തെ അംബാസിഡർ എന്ന് പറയുന്നത്. ആൻഡ് ഹീസ് ഫ്രം ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ഹീസ് ദ വുഷു കോച്ച് ഓഫ് ടീം ഇന്ത്യ. ഓക്കെ, വുഷു കോച്ച് ഓഫ് ടീം ഇന്ത്യ. ആൻഡ് ഹീസ് കറൻ്റ്ലി ദ ഇൻസ്പെക്ടർ ഓഫ് ജമ്മു കാശ്മീർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇപ്പോൾ ഇൻസ്പെക്ടറായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ആൻഡ് ഈ ഫിറ്റ് ഇന്ത്യയുടെ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് ഇക്ത വിഷ്ണോയി ആണ്. ഓക്കെ, മിഷൻ ഡയറക്ടർ ഫിറ്റ് ഇന്ത്യ ഓഫ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇക്ത വിഷ്ണോയി, EKTA വിഷ്ണോയി. ഫൈൻ. ആൻഡ് 2019 മുതലാണ് ഇത് തുടങ്ങിയത് എന്ന് ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ.
India along with which country signed an MOU on intellectual property? Cooperation on intellectual property എന്ന പേരിൽ ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ MOU സൈൻ ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. And this memorandum of understanding was signed between Department for Promotion of Industry and Internal Trade and അവരുടെ counterpart ആയിട്ട് US ആണ്. സോ US-ൽ നിന്നും US പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസുമാണ് ഈ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തത്. ആൻഡ് ഇവരുടെ രണ്ട് പേരുടെയും, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റർണൽ ട്രേഡിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഗുരുപ്രസാദ് മൊഹപത്രയും ആൻഡ് US പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് ഓഫീസിൻ്റെ സെക്രട്ടറി ആൻഡ്രി ഇയാൻസുവും ആണ് ഇതിൻ്റെ ക്ലോസിംഗ് സെറമണി, അതായത് തിരശീല ഇട്ടത് ഇവരുടെ പ്രസംഗത്തോടു കൂടിയാണ്. ഓക്കെ, സോ ഈ MOU സൈൻ ചെയ്യുന്നതിനുള്ള അപ്രൂവൽ ഫെബ്രുവരി 19 തന്നെ കിട്ടിയതായിരുന്നു. ബട്ട് ഇപ്പോഴാണ് ആ MOU സൈൻ ചെയ്തത്. ഓക്കെ, ഇറ്റ്സ് ടൈം ഫോർ ബോണസ് അഫയേഴ്സ്. സോ സാഹിതി ഏർപ്പെടുത്തിയ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് കഥാകൃത്തും മലയാള മനോരമ പത്തനംതിട്ട സീനിയർ റിപ്പോർട്ടറുമായ TB ലാൽ അർഹനായി. ആൻഡ് TB ലാലിൻ്റെ കഥകൾ എന്ന സമാഹാരത്തിനാണ് പുരസ്കാരം. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 2020 ഡിസംബറിൽ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റായി കോഴിക്കോട് സ്വദേശി രജനീഷ് ഹെൻറി തിരഞ്ഞെടുക്കപ്പെട്ടു. ഓക്കെ, ഇന്നത്തെ ബോണസ് അഫയേഴ്സും കറണ്ട് അഫയേഴ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. താങ്ക് യു.